ബാക്കോട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഒന്ന് ബാക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പൊക്കോളും. എന്റെ മോൻ ഇങ്ങനെ കിടന്നു ഉറങ്ങാം. ഇത് വലിയ വണ്ടിയുടെയൊക്കെ ഫാനാണ്. എപ്പോ ഇട്ടാലും ഒരു കൂളിംഗ് കാറ്റാണ്. എന്റെ മോനെ വിഷയ സാധനം. ചില പൂച്ചകൾ കയറിയുന്ന പൂച്ചക്ക് സീറ്റിൽ ഇരുന്നാൽ മാത്രം പോരാ, മാന്തണം. കാരണം വൈഫായാലും മക്കളായാലും ഞങ്ങൾ എപ്പോഴും യാത്രകൾ പോകുന്ന ആൾക്കാരാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റും ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്കേർട്ടാണ്. അപ്പോൾ ഒന്ന് സ്ക്രാച്ച് ആയിരുന്നു, ഒരു നാഷണൽ പെർമിറ്റ് ഒന്ന് സൈഡിൽ ഇടിച്ച് മൊത്തം കയറിപ്പോയായിരുന്നു. ഇതിന് മൊത്തം കാശ് മുടക്കുന്ന ആള് ഞാനല്ല. കാരണം ഇതൊരു ഡ്രീം കംപ്ലീറ്റ് ചെയ്തത് എന്റെ വൈഫ് തന്നെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാച്ചി വീഡിയോ എന്നാന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് പെരുമ്പാവൂർ സ്റ്റൈലിൽ പണിത ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ വണ്ടിയിൽ എത്ര രൂപയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്? ഒരു 1:30 മേളിൽ മുടക്കേണ്ട എന്തായാലും വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റഡ് ആണോ? കംപ്ലീറ്റഡ് അല്ല, പെൻഡിംഗ് ആണ്. അപ്പോൾ ഇനി വർക്കും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഇപ്പം നിലവിൽ ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി സ്റ്റൈലിൽ പണിതൊരു വണ്ടിയാണ് ബ്രോ. ഇത് ഏത് സ്റ്റൈല് വണ്ടിയാണ്? ഇത് പെരുമ്പാവൂർ സ്റ്റൈലാണ്. പെരുമ്പാവൂർ ഏത് സ്റ്റൈലാണ്? പെരുമ്പാവൂർ സ്റ്റൈൽ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഓരോരുത്തരും ഓരോ ഐഡന്റിറ്റിയാണ് പെരുമ്പാവൂർ. അപ്പൊ ഞാൻ എന്റേതായിട്ട് ഒരു പാച്ച് വർക്കാരുണ്ട് എനിക്കായിട്ട്. അവരുടെ അടുത്ത് ഞാൻ ഏത് വണ്ടി കൊടുത്താലും അവർക്ക് അറിയാം ഇന്നൊരു വണ്ടിയുടെ കോപ്പിയാണ് ചെയ്യുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, എന്റെ ഇതിന്റെ തന്നെ വേറൊരു മോഡലുണ്ട്, ഒരു 2012. അതായത് ഒരു എന്താ പറയാ, ഇരട്ട പറ്റ മക്കളെ പോലെ ആക്കിയെടുത്തേക്കാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം വെച്ചാൽ ഇത് 2025 25 മോഡലാണ്. ഇപ്പൊ 6700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മറ്റേന്ന് വെച്ചാൽ 2012 നവംബർ കാലഘട്ടത്തിലെ വണ്ടിയാണ്. അപ്പൊ രണ്ടിനും തമ്മിൽ ആ ഒരു വ്യത്യാസമുണ്ട്. ഈ പെരുമ്പാവൂർ സ്റ്റൈല് ഫുള്ളി ഇങ്ങനെയാണോ? പെരുമ്പാവൂർ സ്റ്റൈൽ ഇങ്ങനെയല്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് പണിയുന്നത്. അപ്പൊ എനിക്കായിട്ട് ഞാൻ പേഴ്സണൽ ആയിട്ട് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പാച്ചൂർക്കാരനുണ്ട്. എന്റെ അത്ര അടുത്ത സുഹൃത്താണ്, രാഹുൽ എന്നാണ് പേര്. അവന്റെ ശിഷ്യനാണ് ഈ വണ്ടി പണത്. സെയ്തു എന്നാണ്. അതായത് മലയാളിയല്ല, ഒരു ഹിന്ദിക്കാരനാണ്. ഹിന്ദിക്കാരൻ പണതിന്റെയാണ് ഈ ലുക്ക് വന്നത് കേട്ടോ. കാരണം ആശാനേക്കാൾ കൂടുതൽ കഴിവ് വന്ന ശിഷ്യനാണ്. പണിത് പഠിച്ചതിനാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ഈ വണ്ടി പണിതിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും എന്റെ സമയവും ഒരുപാട് പോയി. കാരണം മറ്റേ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കണമായിരുന്നു. കാരണം ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്ന വണ്ടി പണിയാനായിട്ട് നമ്മള് മോഡൽ പറഞ്ഞു കൊടുത്താൽ അറിയുള്ളൂല്ലോ. അപ്പൊ മറ്റേ വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കേണ്ട വന്നവർക്ക്. അപ്പൊ അതിന് എന്റെ സമയം പോയി. അതുപോലെ തന്നെ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ വണ്ടി പണിയാൻ ഏകദേശം ഒരു പുത്തൻ വണ്ടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ടൈം എടുക്കും വണ്ടി പണിത് ഇറങ്ങണമെങ്കിൽ? ഇത് മറ്റേ വണ്ടിനെ സംബന്ധിച്ച് എനിക്ക് സമയം ഒരുപാട് ആയില്ലായിരുന്നു. കാരണം ഈ വണ്ടിയിൽ എന്റെ എന്താ പറയാ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് 2 തവണത്തെ ഫിനാൻസിൽ തറച്ചു. അപ്പൊ 2 മാസം അടുത്ത് കിടക്കുമായിരുന്നു. ഇത് ഫുൾ ഫിനാൻസിൽ ഇത്ര വണ്ടിയാണ്. അപ്പൊ 9000 വെച്ച് 2 മാസം ഞാൻ എന്റെ മറ്റേ വണ്ടി ഓടിക്കുന്നില്ല, ഇത് ഓടിക്കുന്നില്ല, വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് ഞാൻ ഒന്ന് പെട്ടുപോയായിരുന്നു ശരിക്കും. അപ്പൊ 2 മാസം എടുത്ത് വണ്ടി 2.5 മാസം എന്റെ കയ്യിലായിട്ട് കിട്ടാനായിട്ട് വണ്ടി കിട്ടാൻ വേണ്ടി. ഫുള്ള് നമുക്ക് ഈ ടോട്ടൽ, അതായത് വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് അല്ലാതെ വണ്ടിയുടെ ഈ ഷേപ്പും പടുതയും അല്ലറ ചില്ലറ കാര്യങ്ങൾക്കൊക്കെ എത്ര എമൗണ്ട് ആയി കാണും? ഇതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇതിന് മൊത്തം കാശ് മുടക്കുന്ന ആള് ഞാനല്ല. കാരണം ഇതൊരു ഡ്രീം കംപ്ലീറ്റ് ചെയ്തത് എന്റെ വൈഫ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ഒരു എസ്റ്റിമേറ്റ് ഇട്ടുണ്ട്. ആ എസ്റ്റിമേറ്റിൽ ഇപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം കണക്കൂട്ടിയാലും മേളിൽ പോയിട്ടുണ്ട്. അളിയെന്നെ അറിയാല, നമ്മളൊരു വണ്ടി പണിയാൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ നിൽക്കൂലോ, ഒരിക്കലും ഇല്ല. അപ്പൊ അതിനകത്ത് ഒരുപാട് കാശ് വേണ്ട. കാശ് ഞാൻ കറക്റ്റ് ആയിട്ട് വേണ്ടി ഡീറ്റെയിൽസ് പറഞ്ഞാൽ അതിന്റെ ബോഡി വർക്കിന് മാത്രമായിട്ട് 40 രൂപ മുടക്കായിട്ട്. ബോഡി വർക്ക് മാത്രം, അതായത് മൊത്തം കൊട്ടേഷൻ വർക്കായിട്ട് ഞാൻ കൊടുത്തത്. കാരണം ഒരു സാധനം ഞാൻ മേടിച്ച് തരൂല എന്നുള്ള രീതിയിൽ. അവരുടെ അതായത് നിങ്ങൾ തന്നെ ചെയ്യുക, ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോലും വരില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ വർക്ക്ഷോപ്പിലും പോയിരിക്കേണ്ടി വന്നു. എന്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് വേറെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഒരു 40 രൂപ ബോഡി വർക്കിന് മാത്രമായിട്ട് മുടക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾശ്രീ റസാക്ക എന്ന് പറഞ്ഞ ആളാണ് പെരുമ്പാവൂരിലെ. പുള്ളി അടുത്ത് പിന്നെ പോയിരിക്കേണ്ട ആവശ്യമില്ല. കാരണം പുള്ളി ഇന്ന ഡേറ്റിൽ നമുക്ക് വണ്ടി തരാമെന്ന് കറക്റ്റ് തന്നിരിക്കും. അത് നമ്മൾ രാവിലെ പോയി നോക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ വൈകിട്ടാകുമ്പോൾ വണ്ടി നമുക്ക് കിട്ടിയിരിക്കും. അതിന് ഒരു 26 രൂപ മുടക്കായിട്ടുണ്ട്. പിന്നെ പെയിന്റിങ് എന്ന് വെച്ചാൽ പുത്തൻ വണ്ടി അധികം ചെയ്യേണ്ട വന്നില്ലല്ലോ. അപ്പൊ ഒരു 10 രൂപ. ആ 10 രൂപയില് മാന്യമായിട്ട് അവൻ എനിക്ക് ചെയ്തു തരാൻ പറഞ്ഞ അവന്റെ വർക്ക്ഷോപ്പിൽ അവൻ എത്രയും ക്ലാരിറ്റി ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് വണ്ടി തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലറ ചില്ലറ ഷേപ്പ് ഒരു ഞാൻ മൊത്തം ഒരു ചതുരം ഒരു ലുക്കാണ് ആക്കിയിരുന്നത്. അത് വണ്ടി ആൾക്കാർ കാണുമ്പോൾ പറയാ ബാക്കിലെ സ്പ്രിങ് ഇരുന്ന് പോയില്ലെന്ന് പറയും. പക്ഷെ ഇരുന്ന് പോയനല്ല. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഓൾറെഡി വണ്ടിക്ക് സ്കേർട്ട് ഉണ്ട്. അതുപോലെ തന്നെ
വേറെ വണ്ടി ഞാൻ വേറൊരു വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ ആ വണ്ടി വേറെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കോപ്പി മാത്രമാണ് ഞാൻ ചെയ്തുള്ളൂ. ഈ സാധനം ഞാൻ ശരിക്കും ഇറക്കിയുണ്ട്. അതിന്റെയാണ് ഈ വണ്ടി ശരിക്കും ആൾക്കാർ പറഞ്ഞ സ്പ്രിങ് ഇരുന്ന് പോയി. പക്ഷെ സ്പ്രിങ് ഇരുന്ന് പോയില്ല, വണ്ടി ഏറ്റവും ഇരുത്തിയാണ് പറഞ്ഞത്. അത് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇങ്ങനെ ഒരു അനങ്ങി കുണുങ്ങി ഇങ്ങനെ വന്നൊരു വണ്ടി ആ ഒരു ഷേപ്പ് ആക്കിയെടുത്താണ്. ഇരുന്ന് വന്ന പോലെ. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ എന്താ പിന്നെ ഈ ഒരു പെരുമ്പാവൂർ സ്റ്റൈലാണ് ഫ്രണ്ടിൽ. ഇത് പെരുമ്പാവൂർ ഒരു 2019 വന്നു തുടങ്ങിയ സ്റ്റൈലാണ്. ഇതിന്റെ ആദ്യത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആലുവ എടത്തല ഒരു നവാസ്കായിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നെ എനിക്ക് വണ്ടി ടെസ്റ്റ് വന്നപ്പോ അപ്പോൾസറി ഒന്ന് സ്ക്രാച്ച് ആയിരുന്നു, ഒരു നാഷണൽ പെർമിറ്റ് ഒന്ന് സൈഡിൽ ഇടിച്ച് മൊത്തം കയറിപ്പോയായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ പടത അടിക്കാനായിട്ട് നടക്കണേ. ഈ പടത പഴയ വണ്ടിയില്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഡിസൈൻ ഞാൻ പിന്നെ വീണ്ടും ചെയ്യാൻ വേണ്ടി വന്നപ്പോ പിന്നെ ആ പുള്ളി അപ്പോൾസറി നിർത്തിയായിരുന്നു നിലവിൽ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ പുള്ളീനെ അതായത് ഒരാളെ വിളിച്ചുകൊണ്ട് പണിയാൻ പറ്റിയ ഒരാള് പെരുമ്പാവൂർ റസാക്കാണ്. കാരണം ഒരു ഫിനിഷിംഗ് ഉണ്ട് പുള്ളിയുടെ വർക്കിന്. കാരണം പടത അത്രയും വലിച്ചടിക്കാൻ പറ്റും, അത്രയും വലിച്ചടിക്കും. അപ്പൊ പിന്നെ പുള്ളിക്ക് കൊടുത്ത ഡിസൈനാണ് ഞാൻ എന്റെ ഇതിന്റെ ഒരു ഇതിരിക്കട്ടെ, എന്താ പറയാ, ഒരു പ്ലാൻ ഇരിക്കണ്ടേ ഈ നെറ്റിപ്പടത്തിന്റെ. അപ്പൊ ആ പുളിസക്കാരന്റെ ഞാൻ എടുത്ത് റസാഖ് എന്ന് പറഞ്ഞ വ്യക്തിയെ കൊടുത്തു. അവിടെ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ഡിസൈൻ. ഇത് പെരുമ്പാവൂരിന്റെ മാത്രം ഒരു ഡിസൈനാണ്. ഈ ഒരു ഹെഡ് കൊടുത്ത മുഴപ്പുള്ളൂ. ഈ വണ്ടിയുടെ പടുതയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പടതയ്ക്ക് പ്രത്യേകത ഉണ്ട്. സാധാ ഓട്ടോയുടെ പടതയല്ല, ഇത് നമ്മുടെ പെരുമ്പാവൂരിന്റെ സ്റ്റൈൽ തന്നെയാണ്. താറ് ജീപ്പിന്റെ പടത, ജീപ്പിന്റെ പടം തന്നെയാണ്. അപ്പൊ ഈ ഒരു മീറ്ററിന് ഏകദേശം എത്ര എമൗണ്ട് ആവും? അതൊരു പിടുത്തില്ല. പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ ആ പുള്ളി അത് ചെയ്യുള്ളൂ, അല്ലാണ്ട് ചെയ്യില്ല. കാരണം ആ പുള്ളി ഓൾറെഡി റസാഖ് എന്ന് പറഞ്ഞ ആള് ഓൾറെഡി കച്ചവടക്കാരുടെ വണ്ടി കാര്യങ്ങളും. കാരണം ഒരു ദിവസം മാക്സിമം 5 വണ്ടി പുള്ളി ഒരുമിച്ച് പോലീസ് ചെയ്ത്. കാരണം അത്രയും വർക്ക് പുള്ളിക്കുണ്ട്. പാർട്ടികളുടെ വണ്ടി പുള്ളി മാക്സിമം കുറവാണ് ചെയ്യുന്നത്. പിടിച്ചാലും പുള്ളി 10 ദിവസം 15 ദിവസം ഗ്യാപ്പ് പറയും പുള്ളി എന്തായാലും ഉറപ്പ്. അത് ആ 10 ദിവസം 15 ദിവസത്തിൽ 14 ദിവസം വണ്ടി വർഷോപ്പിൽ കൊടുത്തിറക്കും. അതിലാണ് നമുക്ക് സങ്കടം. പക്ഷെ നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ആ ഡേറ്റിൽ വൈകിട്ട് വണ്ടി നമുക്ക് തന്നിരിക്കും. അപ്പൊ ആ റസാഖ് എന്ന് പറഞ്ഞ ആള് ചെയ്യുന്ന പടതയാണ്. ആ പുള്ളി അതിന്റെ മൊത്തം ഹോൾസെയിലായിട്ട് പുള്ളി മേടിച്ച് വെച്ചേക്കാണ് അവിടെ. അപ്പൊ പേഴ്സണലായിട്ട് പറയുന്ന ആൾക്കാർക്ക് പുള്ളി ചെയ്ത് തരും അവർക്ക്. അല്ലെങ്കിൽ സാധാ വണ്ടി അല്ലാണ്ട് നോർമലി തന്നെ നൈലോൺ പടം തന്നെ അടിക്കും. ഈ വണ്ടിയുടെ വേറൊരു ഹൈലൈറ്റ് സാധനം സ്പോയിലർ ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്പോയിലർ ചൂസ് ചെയ്യാനുള്ള കാരണം? ഈ സ്പോയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പീസാണ്. ചില വണ്ടികളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക്, അത് കറക്റ്റായിട്ട് കോളീസിന്റെ ആണോ, ഇത് ബൊലേറോടെയാണ്. പക്ക ബൊലേറോടെയാണ്. കാരണം അതിന്റെയാണ് ഫൈബർ പീസ്. ചിലതിൽ ഇവിടെ വരും ബ്ലാക്കും ബാക്കോട്ട് സ്റ്റീൽ കളറും എന്ന ടൈപ്പ് ഉണ്ട്. അപ്പൊ അതൊരു സെപ്പറേറ്റ് കളറായിട്ട് തോന്നുന്നത്. എനിക്ക് എന്താണ് പൊതുവെ ബ്ലാക്ക് ആണ് എനിക്ക് ഇഷ്ടം. അതിന്റെ പേരിൽ ആ വണ്ടി മൊത്തത്തിൽ ബ്ലാക്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഡൂമോടെ ബ്ലാക്ക് ആക്കാൻ പെർമിഷൻ എനിക്ക് സർക്കാർ തന്ന ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. ബ്ലാക്ക് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് എത്ര എമൗണ്ട് ആയി കാണും? അതിന് 2000 രൂപയാണ്. മൂവാറ്റുപുഴ മാർക്കറ്റിന്റെ അകത്ത് കാറിന്റെ ആക്സസറീസ് ഹോൾസെയിൽ കടയുണ്ട്, അവിടെ കിട്ടും. നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് സൂട്ട് ചെയ്യാൻ പറ്റുമോ? അതോ സൂട്ട് ചെയ്യാൻ എന്ത് ചെയ്തു അങ്ങനെ വെക്കാൻ പറ്റില്ല. കാരണം കാറുകളിൽ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിച്ച് വെക്കുകയാണ്, അല്ല ജസ്റ്റ് നെറ്റും ബോൾട്ടും അല്ല. അതിന്റെ അടിയിൽ 2 ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലത്തെ ഏറ്റവും ക്വാളിറ്റി കൂടിയ സ്റ്റിക്കറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഓട്ടോറിക്ഷ പോലെ അധികം ഇങ്ങനെ ചാടി അത്ര ഒലയുന്നില്ല. ഇതിനകത്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ അടിയിൽ സെപ്പറേറ്റ് ഒരു തകിട് വെച്ച് ഒരു സ്റ്റാൻഡ് പോലെ ആക്കേണ്ട വന്നു. അതായത് കാല് പിടിപ്പിക്കേണ്ട വന്നു. അതിന് ബോഡിയിലിട്ട് സ്ക്രൂ ചെയ്തു. അപ്പൊ സ്ട്രോങ് ആണ്, അവിടെ ഇരുന്നുള്ളൂ. താഴത്തേക്ക് ഒരു സാധാ വണ്ടി വരുന്ന പോലെ സാധാ തൊപ്പി, കണ്ണാടി, പിന്നെ കൂളിംഗ് കൂളിംഗ് നമ്മൾ എത്ര ഒട്ടിച്ചേ? കൂളിംഗ് 55 ഓടിച്ചാണ്. കാണുമ്പോൾ ഫുൾ ഡാർക്ക് ആയിട്ട് തോന്നും, പക്ഷെ 55 ഉള്ളൂ അല്ലേ? പക്ഷെ നല്ല ഡാർക്ക് ആയിട്ടാ തോന്നുന്നത്. കാരണം വണ്ടി മൊത്തം ബ്ലാക്ക് ആണ്. ഓക്കെ. പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ആപ്പയുടെ ധൂമും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ആപ്പയുടെ ധൂമല്ല, സോറി അതുല്ല ധൂം. ആപ്പയുടെ ധൂം മാറ്റി ആപ്പയുടെ ധൂമ് വെച്ചിട്ട് രാത്രി ഞാൻ വേറെ ടോർച്ച് കത്തിച്ച് വെക്കേണ്ട അവസ്ഥയായിരുന്നു. ആപ്പയുടെ ധൂമ് വെച്ചിട്ട് അത് കമ്പനി വരുന്ന സാധനം വെച്ചിട്ട് ഇപ്പൊ അതുല്യാണ് വെച്ചത്. എങ്ങനെയുണ്ട് വേട്ടം? അടിപൊളിയാണ്. കാരണം രാത്രി സത്യം പറഞ്ഞാൽ ഒരു ഇടവഴി കൂടെ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വന്നിട്ട് നമുക്ക് അവൻ ബ്രൈറ്റ് ഡിം ചെയ്ത് തരുന്നില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ബ്രൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് തരും. നമുക്ക് അത്രയ്ക്ക് വെട്ടാണ്. അവന്റെ മുഖത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ എന്താ പറയണെന്നുള്ളൂ നമുക്ക് മനസ്സിലാവും. തെറിയായിരിക്കാൻ പറയണേ. നല്ലൊരു വെട്ടമുണ്ട്. അത്യാവശ്യം നല്ല മാന്യമായ വെട്ടം തന്നെ ഉണ്ട്. നമുക്കിത് കേറ്റാൻ വലിയ പാടാണ്. ഇതല്ലേ കേറ്റാൻ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ വണ്ടി എടുക്കേണ്ടവര് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എന്തായാലും ബോഡി വർക്കിനാണല്ലോ വർക്ക്ഷോപ്പിൽ കയറണേ. അപ്പൊ അതിന്റെ ഈ ഡൂം അയക്കുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിലെ ബോഡി കാണാൻ പറ്റും. അവിടെ ചെറിയൊരു വട്ടം കട്ട് ചെയ്തിട്ടാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നല്ല കറക്റ്റ് ആയിട്ട് കയറിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് വെക്കുമ്പോൾ വെച്ചാൽ പുതിയ പെയിന്റ് വീണ്ടും പോവും. അങ്ങനത്തെ ഒരു പ്രശ്നം വരും. ഓക്കെ. പിന്നെ താഴത്തോട്ട് വരുമ്പോഴത്തേനും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്കേർട്ടാണ്. എങ്ങനെയാണ് ഈ സ്കേർട്ട് സെറ്റ് ചെയ്തത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. കാരണം ഇത് സത്യം പറഞ്ഞാൽ 2 സെപ്പറേറ്റ് അല്ല, ഇത് ബോഡി വേറെ സ്കേർട്ട് വേറെയല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ആ രീതിയിലാണ് പുള്ളി സെറ്റ് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞേ, ഈ സ്കേർട്ടിന്റെ ഡിസൈനും കാര്യങ്ങളും. സ്കേർട്ടിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ, കാരണം മിക്ക വണ്ടിയിലും സ്കേർട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ ഷട്ടർ പീസ് വെച്ച് ജോയിന്റ് ചെയ്തേക്കാൻ. ആ പെയിന്റിങ്ങും പുട്ടിയും ക്ലിയർ ആണെങ്കിൽ ഇതിനേക്കാൾ വല്ലാൻ അത് തന്നെ പറ്റും. പക്ഷെ ഇതിനകത്ത് ഞാൻ ആരോട് പറഞ്ഞിട്ട് ഇന്നുവരെ ആരും പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല. ഇത് നിലവില്
ഒറ്റ പീസ് അല്ല, ഇത് 2 സ്ക്വയർ പൈപ്പ് ഫുള്ളും ഉണ്ട്, ഒരു റൗണ്ട് പൈപ്പും ഉണ്ട്. എല്ലാം ഫുൾ പൈപ്പാണ്. അടിയിൽ നിന്ന് ഇങ്ങനെ സംശയം തട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പൈപ്പ് എത്ര ഇരിക്കുന്നു. അതിനകത്ത് പുട്ടിയിട്ട് എനിക്ക് പെയിന്റ് ചെയ്തു. ഇത് ബോഡിയായിട്ട് ജോയിന്റ് ആണ്, ഫിക്സഡ് ആണ്, നമുക്ക് അയച്ചു മാറ്റാൻ പറ്റില്ല. ഇത് ഊരിയെടുക്കാനായിട്ട് പറ്റൂല. ഞാൻ എന്നോട് പറഞ്ഞല്ലോ ഈ വണ്ടി എന്റെ ഒരു ഡ്രീമാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തുട്ടാ പറയാ, ഈ 8 വോൾട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നല്ല നമ്മുടെ റോഡ് നമുക്ക് അറിയാലോ. അപ്പൊ ഈ കട്ടറയിൽ കൂടെ കാര്യങ്ങൾ ഈ 8 വോൾട്ടും ചാടി പോവാ, ഈ കരകരാന്നുള്ള സൗണ്ട് കേൾക്കാം. ആ ഒരു ബുദ്ധിമുട്ട് അതിന്റെ പേരിലാണ് ഞാൻ മൊത്തം ഫിക്സഡ് ആക്കി. ഒറ്റ ജോയിന്റ് ആണ്. സ്ട്രോങ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഇടി വന്നാലും ഈ ബോഡിക്ക് എന്തെങ്കിലും പറ്റുള്ളൂ, ആ സ്കേട്ടിനൊന്നും പറ്റില്ല എന്ന ഗ്യാരണ്ടിയാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. കാരണം റൗണ്ട് പൈപ്പാണ് കിട്ടണേ. റൗണ്ട് പൈപ്പ് 2 സ്ക്വയർ പൈപ്പ് ഫുള്ള്. അപ്പൊ ഞാൻ ഇങ്ങനെ വളയ്ക്കുമ്പോ ഇവിടെ തട്ടുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതെല്ലാം അവന്മാര് നോക്കിയതിനു ശേഷം, അതായത് മൊത്തം ഫോർക്ക് മുതൽ താഴോട്ട് അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ നോക്കിയതിനു ശേഷം അവന്മാർ സെറ്റ് ചെയ്ത്. കാരണം അകലെ നോക്കി എന്ത് ക്യൂട്ട് അതിന്റെ സ്കേർട്ടും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും അവര്. പക്ഷെ ഒരു ദിവസം കൊണ്ട് കിട്ടൂല. കാരണം ഏത് വർഷോപ്പിലെല്ലാം അറിയാലോ, പണി ഇല്ലെങ്കിലും 2 ദിവസം എന്തായാലും ഗ്യാപ്പ് വരും. ഒരു ദിവസം ഫുൾ എന്തായാലും മാക്സിമം വണ്ടി ഇട്ട് കൊടുക്കേണ്ടി എന്നാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സൈഡിലേക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ, ഒരു പെരുമ്പാവൂർ സ്റ്റൈലാണ് ഈ ഒരു ഗ്ലാസ് വരുന്നത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവോ? അത് ഇതിങ്ങനെ പുറകോട്ട് വലിച്ചാൽ മതി. പടുതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറൊരു വണ്ടി ഉണ്ട്, അതിനകത്ത് ഇരിക്കുന്നത് പവർ വിൻഡോ ആണ്. ഇപ്പൊ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. നമ്മുടെ പെരുമ്പാവൂരുണ്ട്, മട്ടാഞ്ചേരി നൗഷാദ് ചെയ്യുന്നുണ്ട്, പറവൂര് സ്വര ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതിടാൻ അത്ര നല്ലതാണ്. കാരണം ഹാഫ് പടത ഇട്ടായി അപ്പൊ തന്നെ വണ്ടിക്ക് വേറൊരു ഷേപ്പാണ്. ഇതിങ്ങനെ വലിച്ചിടാ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കാര്യമുള്ളൂ. വെയിലുള്ള സമയത്ത് നമ്മൾ പടത ഇടണ്ട, ബാക്കിൽ ഇരിക്കുന്ന ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ പൊടി അടിക്കില്ല. 2 സൈഡിലുണ്ട് ഈ ഗ്ലാസ്. അപ്പറയുണ്ട്. ഇതാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. നോ എൻട്രി പോകുന്നതൊക്കെ നല്ല ഷേപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചേക്കും അല്ലേ? നല്ല അടിപൊളി. ഡോർ ഫിക്സർ ആക്കി കളഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഒന്നും ഊരെടുക്കാൻ പറ്റത്തില്ല. ഇല്ല, ഊരെടുക്കാൻ പറ്റില്ല. അത് മൊത്തം ഫിക്സർ ആക്കിയ ഡോറാണ്. ഓക്കെ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഇതിനെന്താ പറയുക, ഇതൊരു സത്യം ആ പീസിന് സ്കേർട്ടിന്റെ ജോയിന്റ് തന്നെ പറയാം. കാരണം അതായത് ഞാൻ പറഞ്ഞല്ലോ വേറൊരു വണ്ടി കണ്ട് ചെയ്താണ്. പക്ഷെ ശരിക്കും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവലറിന്റെ ലുക്ക് ഇങ്ങനെ താഴോട്ട് ഇറക്കി പണിതേക്കാം. ആ ഒരു രസാക്കിയതാണ്. ഇത് ഞാൻ വണ്ടിയിൽ കണ്ട് ഫോട്ടോ കാണിച്ചു കൊടുത്ത് പണിയിപ്പിച്ചാണ്. പക്ഷെ ഇത് പണിതതിന് ശേഷം ആ പാച്ച് വർക്കാരൻ നിലവിൽ ഒരു 10-30 പീസിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. കാരണം ഈ വണ്ടിയിൽ ചെയ്തത് ഫോട്ടോ പാച്ച് വർക്കാരൻ അവൻ ഇട്ട് കൊടുത്തു. അതായത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ഹാരിസ് കട കടയായിട്ട്. അപ്പൊ ഹാരിസ് ഖാൻ ഒരു 10-30 പീസ് തന്നെ എടുത്തിട്ടുണ്ട്. ഈ സാധനം തന്നെ, അതായത് ഗോൾഡൻ കളറിലും അലൂമിനിയം കളറിലും ബ്ലാക്കിലുമായിട്ട്. അപ്പം അത് വേറെ ലെവലാട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരും. എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ ഒരു ഇത് എന്തിന്റെ സ്റ്റെപ്പിനെയാണ് ആദ്യം എനിക്ക് അറിയേണ്ടത്? അത് എന്തിന്റെ ഇത് സ്റ്റെപ്പിന് ആക്റ്റീവയുടെ ടയറാണ്. കാലി ടയർ, വെറും കാലി ടയർ. അത് ഷോ മാത്രമാണ്. ഇതിന്റെ സ്റ്റെപ്പിന് വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അത് ആവശ്യമുള്ളപ്പോ സമയത്തല്ല, ഓടിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് മാത്രം വണ്ടിയുടെ പുറത്ത് എടുത്തിടാറുള്ളൂ. അല്ലയോ ഈ ചാർണ സൗണ്ട് കേൾക്കണ്ടല്ലോ ഓർത്താണ്. കാരണം ആക്റ്റീവയുടെ ടയർ ചുമ്മാ കാലി ടയർ 3 8 വോൾട്ടിലും ഈ ഡോറിൽ ഫിക്സർ ആക്കിയതാ. പിന്നെ വൈപ്പർ നിലവിൽ വർക്ക് ചെയ്യണം? അല്ല, അത് ചുമ്മാ ഷോയ്ക്ക് വെച്ചാൽ വരും. അത് വൈപ്പർ വർക്ക് ചെയ്യാൻ പാതിന് വരും. പിന്നെ ഇവിടുത്തെ ലൈറ്റ് തെളിയുന്നുണ്ടല്ലോ, ഇത് എന്ത് ഈ സാധനം? കുറെ നാളായി ഞാനിത് കാണാൻ തുടങ്ങി. അതിന്റെ സെറ്റപ്പ് അത് ഞാനും കണ്ടത് നിലവിൽ ഫേസ്ബുക്കിലേക്കാണ് സാധനം നിലവിൽ കണ്ടത്. അതിനകത്ത് റിമോട്ട് ഞെക്കുമ്പോ ഓരോ ഈ കാണിക്കുന്ന ഓരോ ഡിസൈനും വേറെ മോഡൽ കാണിക്കലായിരുന്നു. പക്ഷെ അത് ഞാൻ ഓർഡർ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് ഏതാണ്ട് 2 പഞ്ഞിക്കട്ടയും പിള്ളേരുടെ ടോയ് ആണ് വന്നത്. അതിനകത്ത് ആക്കിയപ്പോ കുഞ്ഞി കളിപ്പാട്ടം കിളിമ സൗണ്ട് പോയി. ഞാൻ ഉദ്ദേശിച്ചതാനല്ല എനിക്ക് കിട്ടി. ലാസ്റ്റ് ഇങ്ങനെ ഈ വണ്ടിയുടെ പണി കഴിഞ്ഞ് ഹാരിസ് കാർത്ത്, ഈ മട്ടാഞ്ചേരിയിലെ കുന്നമ്പുറത്തുള്ള ഹാരിസ് കാർത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഈ ലൈറ്റ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ബ്ലൂ ഉണ്ട് വൈറ്റും ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കളർ ഏതായിരിക്കുന്നത്, എന്താ ബ്ലാക്ക് ആണ് വണ്ടി ചോദിച്ചാൽ ഒന്ന് വൈറ്റ് കൊണ്ടുപോകുന്ന തന്നൂട്ടാണ്. ഈ സാധനം ഞാൻ മേടിച്ച പിന്നെ ഞാൻ വേറെ മറ്റേ വണ്ടിക്ക് വെക്കാൻ വേണ്ടി പോയപ്പോ പിന്നെ ആ സാധനം അവിടെ ഇല്ല. ആകെ ഒരു ഡെമ്മി പീസ് ഒരു ബ്ലൂ കളർ. അത് തന്നെ ആ വീഡിയോ കണ്ട് അത് ആ പുള്ളിയിട്ട് തരുവില്ല. സാധനം വെച്ചപ്പോൾ പോലും വെറൈറ്റി ആണ്. കാരണം ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ സാധനം വേണമെന്ന് എന്റെ അടുത്ത് തന്നെ ചോദിച്ചു ഏത് കടയിൽ നിന്ന് കിട്ടിയേ. 80 രൂപ ഉള്ളൂ എന്റെ വില. ഹാരിസ് കടയിൽ എല്ലാത്തിനും വില കുറവാണ്. ഇതിനൊക്കെ 80 രൂപ ഉള്ളൂ. സ്റ്റോപ്പും അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ പുറകിലത്തെ ബമ്പർ എങ്ങനെ ഈ രീതിയിൽ ഫുള്ള് ഇത് തന്നെ പറയാ ഒറ്റ ഒരു ബമ്പർ പോലെ ആക്കി സെറ്റ് ചെയ്ത് അതിന് ആ ഒരു ഐഡിയ പുറകിൽ ഇങ്ങനെ വരാനുള്ള ഐഡിയ? ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ വണ്ടി ഒരു ചതുരം ഷേപ്പാണ് ആക്കിയെടുത്തത്. അപ്പൊ ഈ ബമ്പർ എന്ന് പറഞ്ഞൊരു ഒരു പെരുമ്പാവൂർ സ്റ്റൈൽ തന്നെയാണ്. ഈ പെരുമ്പാവൂർ സ്റ്റൈലാണ് ഈ ഒരു ബമ്പർ. കാരണം ബോക്സിന്റെ അകത്തിട്ട് കയറ്റിയത് പെരുമ്പാവൂർ സ്റ്റൈൽ തന്നെയാണ്. ബാക്കില് കാരണം നമുക്ക് പുതിയ വണ്ടി വരുമ്പോൾ നമ്മുടെ ബമ്പർ പീസ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. പകുതി പീസ് കമ്പനിക്കാർ തന്നെ എടുത്തേക്കാണ്. അപ്പൊ ബാക്കി അങ്ങനെ പീസ് വെച്ചു. ഇതൊരു ഫുൾ പൈപ്പാണ് ഇരിക്കുന്നത് താഴെ, സ്ക്വയർ പൈപ്പ്. ഇതൊരു സ്ക്വയർ പൈപ്പ് ഫുള്ളാണ് ഇരിക്കുന്നത്.
ബാക്കിൽ ഒരു അടിപൊളിയായിട്ട് പിന്നെ ബാക്കിൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇടാം. ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റുമോ നമുക്ക്? അത് മേലോട്ടേക്ക് പോകും. എന്റെ മോനെ വിഷയ സാധനം. ഒന്നും പറയാനില്ല കേട്ടോ. ഇത് നമ്മൾ ഏത് ഇതിന്റെയാണ് വെച്ചേക്കുന്നത്? ഈ ഒരു സ്വിഫ്റ്റിന്റെ ആണ് വെച്ചത്. അത്യാവശ്യം നല്ല ഇത് ഇച്ചിരി ആക്ഷൻ കുറവാണ്. കാരണം വേറെ ഒന്നുമല്ല, വീണ്ടും എടുത്തു പറയാണ്, എന്റെ മറ്റേ വണ്ടിയിൽ ഇരിക്കണേല് തുറന്നു കഴിഞ്ഞാൽ തുറക്കണോ പ്രതീക്ഷിക്കുക. അതായത് ആ വണ്ടിനെ കുറിച്ച് അറിയാത്തവൻ പോയി തുറന്നു ഞാൻ മോന്ത പോകും. സത്യമായിട്ട് ഞാൻ പോയി തുറന്നോ ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെ. അപ്പൊ അതിനൊക്കെ ഞാൻ ആക്ഷൻ കുറച്ചാക്കിയ. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേലിട്ട് പൊക്കിയാ മതി. അപ്പൊ ആ പൊക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ, പിന്നെ താഴോട്ട് വരില്ല. മറ്റേ മോന്ത നമ്മൾ പ്രതീക്ഷിക്കാൻ തന്നെ മോന്തയ്ക്ക് ഒരു അടി വരും. അയ്യോ, കാരണം അത് അന്യായ ഒരു ആക്ഷൻ. ഇത് ആക്ഷനും ഇല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ പൊക്കിച്ചാൽ അവിടെ ഇരുന്നോളും. താത്തനെയും സിമ്പിൾ ആണ്. കാരണം മറ്റേ അത്ര ബലം പിടിക്കണ്ട. എന്ത് ബലം പിടിക്കണം? തുറന്നവരൊക്കെ അടി കിട്ടിയുണ്ട്, പ്രതീക്ഷിക്കാത്തവർക്കൊക്കെ മോത്തിന് അടി കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളും നോക്കുന്നത് വൈഫാണ്. ഇവള് തന്നെ പറഞ്ഞിട്ട് ആക്ക് വെയിറ്റിംഗ് ആയില്ലെങ്കിൽ ആള് തന്നെ പൊങ്ങി പോകുന്ന താഴോട്ട്. അത്രയും ടെമ്പറാണ് സാധനം മേലിട്ട് പോണത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഈ സൈഡിലും അതുപോലെ തന്നെ ഗ്ലാസ് ഉണ്ട് ഇവിടെ. അപ്പുറത്തെ കളറ് അപ്പുറത്തെ ഗ്ലാസ് ബ്ലാക്കും, ഇത് ലൈറ്റ് ബ്ലൂ ആണ് കൊടുത്തത്. ലൈറ്റ് ബ്ലൂ അല്ലേ? അത് നമ്മൾ കൂളിംഗ് ഒട്ടിച്ചേക്കണാണോ അതോ എങ്ങനെയാണ്? അല്ല, ഈ ഗ്ലാസ് ബ്ലൂ ആണ് ഓൾറെഡി. ഞാൻ അങ്ങനെ മേടിച്ചാണ് ബ്ലൂ ആയിട്ട്. കാരണം ഇത് എപ്പോഴും ഇടുന്നില്ലല്ലോ. ഇട്ട് കഴിഞ്ഞാലും ഉള്ളിലേക്ക് വെട്ടം കിട്ടരുത്. ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരായിട്ട് കാണൂല. കാരണം വൈഫായാലും മക്കളായാലും ഞങ്ങൾ എപ്പോഴും യാത്രകൾ പോകുന്ന ആൾക്കാരാണ് വണ്ടിയിൽ തന്നെ. അപ്പൊ അധികം വെട്ടം കാര്യങ്ങൾ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കാരണം പിള്ളേർ കാറ്റുകൊണ്ട് അപ്പൊ തന്നെ ഉറങ്ങുന്ന ആൾക്കാരാണ്. യാത്രക്ക് എല്ലാത്തിനും റെഡിയാണ്, പക്ഷെ കാറ്റുകൊണ്ടാ ഉറങ്ങും. അപ്പൊ അവർക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇട്ട് കൊടുക്കണം. നൈസാട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് നേരെ അകത്തേക്ക് വരാം. അപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേന് ഫ്രണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അധികം കാശ് മുടക്കിയിട്ടില്ല. എല്ലാം ചെയ്യണമെന്ന് കൂട്ടി തന്നെ ഇരുന്നാണ്. കാരണം സെറ്റും കാര്യങ്ങളൊക്കെ കയറ്റണം ഓർത്തിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൊച്ചിന്റെ ഹോസ്പിറ്റലേഴ്സ്, കൊച്ചിന് കഫം കീറിട്ട് ശ്വാസം മുട്ടും കയ്യിൽ വന്നു. അങ്ങനെ ഹോസ്പിറ്റലേഴ്സ് ഫണ്ട് കുറെ ഷോർട്ടേജ് ആയി. പിന്നെ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് പിന്നെ ചെയ്തെന്ന് പറഞ്ഞ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ട്. സന്തോഷത്തിന് മാത്രം 2 പൂച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഈ തട്ട് പെരുമ്പാവൂർ സ്റ്റൈലാണ്. അത് പണിയിപ്പിക്കാനാണ്, നമ്മളവിടെ പണിയിപ്പിക്കുന്ന. റെഡിമെയ്ഡ് മേടിക്കണല്ലോ, ഇത് പണിയിപ്പിക്കുന്ന. പൈസ വെക്കാൻ വേണ്ടി വെച്ചല്ല, ഈ ദൈവങ്ങളുടെ കുഞ്ഞു കുഞ്ഞു രൂപങ്ങൾ വെച്ച് ആ ഗ്ലാസ് വെച്ച് കവർ ചെയ്ത് അത്യാവശ്യം ലൈറ്റ് വെച്ചാൽ ഒരു ഭക്തി കേന്ദ്രം പോലെ. ഇത് വണ്ടിയുടെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയ. കാരണം ഓണത്തിനാണ് ഞാൻ ഈ വണ്ടി എനിക്ക് ഡെലിവറി. ടൈമറാണ്, ക്ലോക്കാണ്, അലാറം സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം ഉണ്ട്. ലൈറ്റ് കളിയോ? ആ ലൈറ്റ് കളി. ഞെക്കുമ്പോ ലൈറ്റ് കളിയല്ലേ? കൊള്ളാം. അത് അപ്പൊ ഫ്രീ ആയിട്ട് വന്നാണോ? അത് അപ്പൊ ഫ്രീ ആയിട്ട് വന്നിട്ടില്ല. കീച്ചേന് തന്നു. പെരുമ്പാവൂർ എന്നല്ല, ഇത് ആലുവ പുളിഞ്ചോട്ടി നിർത്താൻ. എനിക്ക് കീച്ചേനും അവരുടെ പിയാജോടെ ഒറിജിനൽ കീച്ചൻ അല്ലേ? കൊള്ളാം. പിന്നെ ഫ്രണ്ടിൽ എന്താ ഇത്? ഒരു ഫുൾ ഒരു റെഡിഷ് കളർ. ഇതന്നെ ഈ സെറ്റപ്പ് ക്രിസ്മസ് ഒക്കെ അല്ലേ അതിന്റെ വലിയ റെഡിഷ് ഇട്ടതാണോ? ബാക്കിൽ ബ്ലാക്ക് കിട്ടിയ, പക്ഷെ ആ ബ്ലാക്ക് ഞാൻ മേടിക്കാൻ പോയ നേരത്ത് അധികം പീസ് കിട്ടിയില്ല. അപ്പൊ റെഡ് ആക്കിയെന്നുള്ളൂ. ഈ സീറ്റ് ഏത് വണ്ടിയുടെ സീറ്റാണ്? ഈ സീറ്റ് എന്റെ അടുത്ത് ക്രിസ്റ്റേഡിയ എന്ന് പറഞ്ഞാണ് തന്നത്. പക്ഷെ ക്രിസ്റ്റേഡിയ അല്ല നിലവിൽ, ഇത് ഭാരത് ബെൻസിന്റെ സീറ്റാണ്. അതായത് നോർമലി സീറ്റ്, ഭാരത് ബെൻസിന്റെയോ? എയർ കംപ്രഷൻ ഇല്ലാത്ത സീറ്റ് ഉള്ളൊരു ഭാരത് ബെൻസിന്റെ നോർമലി വണ്ടിയുടെ. നോക്കട്ടെ, കാണാൻ പറ്റുമോ? ഇത് നിലവിൽ ടൈറ്റ് വലിച്ച് കെട്ടിയേക്കാണ് സീറ്റ്, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നിലവിൽ. ഭാരത് ബെൻസിന്റെ സീറ്റാണ്. ഭാരത് ബെൻസിന്റെ സീറ്റാണ്. ഓ മൈ ഗോഡ്, അടിപൊളി. വണ്ടി പൊളിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു പീസ് കിട്ടിയതാ. ആണല്ലേ? അവര് എയർ കയറ്റി വേറുള്ള സീറ്റ് കയറ്റി. അതായത് ഇതിന്റെ അടിയിൽ നിന്ന് എയർ സിസ്റ്റം ഇല്ലാത്തൊരു നോർമലി വണ്ടി ഉണ്ട്. അതായത് നമ്മുടെ കറക്റ്റ് ആയിട്ട് പറയുന്നത് ഈ സെയിം കോപ്പിയാണ് ഏഷ്യറിലും ഉണ്ട്. ഏഷ്യറിന്റെ സീറ്റിലും സെയിം മോഡൽ തന്നെയാണ്. കാരണം അഡ്രസ് സെപ്പറേറ്റ് അല്ല, ഫിക്സഡ് ആണ്. അത് അടിപൊളിയായിട്ട്. അത് മൂവാറ്റുപുഴ വാഴപ്പള്ളിക്കാൻ തന്നെ ഞാൻ മേടിച്ചത്. ആ സീറ്റ് മാത്രമായിട്ട് മേടിക്കുന്ന ഒരു കടയുണ്ട്. നമുക്ക് എത്ര രൂപ ആയിക്കാണ് ഈ സീറ്റ് മാത്രം? ഈ സീറ്റും ഞാൻ ബാക്കിലെ സീറ്റും കൂടി ഒരുമിച്ചാണ് മേടിച്ചത്. പക്ഷെ ബാക്കിലെ സീറ്റ് എനിക്ക് വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞപ്പോൾ പൊക്കം കുറവായി പോയി. ലാസ്റ്റ് എനിക്ക് വിൽക്കേണ്ടേ വന്നു. കാരണം ബാക്കോട്ട് മറക്കണ സീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പറ്റിപ്പുകൾ കിട്ടി നമുക്ക്. വിശ്വാസത്തിൽ നിന്ന് കുറെ പറ്റിപ്പ് കിട്ടി. അതുപോലെ ഒരുപാട് പൈസയും പോയി. എന്നിട്ട് സീറ്റ് ഞാൻ ലാസ്റ്റ് അപ്പോൾസറിക്കാരനോട് വീണ്ടും ഉണ്ടാക്കിച്ച് ഈ സീറ്റ് ഉണ്ടാക്കിച്ചതാണ്. കാറിന്റെ മോഡൽ സീറ്റ് ഉള്ളൂ. മൊത്തം ബാക്കോട്ട് പോകും. നമുക്ക് കിടക്കാനാണെങ്കിലും എല്ലാം ബാക്കോട്ട് പോകും. ഇങ്ങനെ വലിച്ചിട്ട് ഒന്ന് ബാക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പൊക്കോളൂ. എന്റെ മോൻ ഇങ്ങനെ ഉറങ്ങാം. ഉറങ്ങാൻ പറ്റിയ ഫാനുമാണ് ഇരിക്കുന്നത്. വലിയ വണ്ടിയുടെ ഒക്കെ ഫാനാണ്. എപ്പോ ഇട്ടാലും ഒരു കൂളിംഗ് കാറ്റാണ്. സത്യം ഇവിടെ വരെ കാറ്റടിക്കുന്നുണ്ട്, പുറത്ത് വരെ. കൊള്ളാം. ഈ ഒന്നും പറയാനല്ല കേട്ടോ. ഇത് അതിപ്പോ നമ്മൾ എവിടെയെങ്കിലും ലോങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ നല്ലതാണ്. അത്യാവശ്യം രാത്രി കാലങ്ങളിൽ എവിടെ ഒതുക്കിയിട്ടുണ്ട് ഈ ഫാൻ ഇടാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടി വന്നൊരു 2-3 മിനിറ്റ് എടുക്കും. കാരണം അന്യ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുമാണ്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഏത് കടയിലാണ് ഇങ്ങനത്തെ? ഇത് വലിയ വണ്ടികളുടെ കടയിലുള്ളൂ.
വലിയ വണ്ടികൾ, ബസ്സിന്റെ സാധനങ്ങൾ മേടിക്കുന്നതും അതുപോലെ ഈ ഭാരത് ബെൻസിന്റെ അങ്ങനെയുള്ള വലിയ വണ്ടികളുടെ കടയിലൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ജസ്റ്റ് ആ ഫ്രണ്ടിലേക്ക് കയറ്റി. ഓ എന്താ അമ്മ, എന്താ സെറ്റപ്പ്, രാജകീയമാണ്. കൊള്ളാം കേട്ടോ, ഒന്നും പറയാല്ലോ. ഈ ഫ്രണ്ടിലത്തെ സീറ്റ് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ, ബാക്കിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ബാക്കിലായിട്ടും കാര്യങ്ങൾ മറ്റേ വണ്ടിയെ സംബന്ധിച്ച് നോർമലി ആണ് അത്. അതില് പള്ളിപ്പെരുന്നാൾ പോലെ ലൈറ്റ് ഉണ്ട്, കാരണം തട്ടപ്പുൾസറിയാണ്. അതെ, പട്ടത്തെ വണ്ടി, പട്ടത്തെ വണ്ടി. അതിന്റെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വണ്ടിയിൽ വെയിറ്റും, കാരണം 2 പ്ലൈവുഡ് ഫുൾ അങ്ങനെ കയറ്റിയേക്കാണ്. ഇതിൽ ആ വർക്ക് ഒന്നും നോർമലി നമുക്ക് അത്യാവശ്യം എന്താണോ, കാരണം ലൈറ്റ് ഇട്ടുകൊണ്ട് എന്തായാലും യാത്രക്കാർ ഓടിക്കാൻ സമ്മതിക്കില്ല, അവർക്കൊരു ബുദ്ധിമുട്ടായി, കാരണം ബ്ലൂവും റെഡും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ ഒരു 5 ലൈറ്റും അവിടെ ആകെ ഒരു 3 ലൈറ്റും മാത്രമേ ഉള്ളൂ. വളരെ ബേസിക് ലൈറ്റ് ഇത്രേ ഉള്ളൂ, കാണുന്ന ലൈറ്റ് ഉള്ളൂ, ഇത്ര ലൈറ്റേ ഉള്ളൂ. കാരണം അധികം മറ്റേ വണ്ടി എന്ന് വെച്ചാൽ മറ്റേ വണ്ടി നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓരോ റൗണ്ടിലും ഓരോ കളറുകളാണ്. ഓക്കെ, എങ്ങനെ ഒരു 4-5 സെറ്റ് തന്നെ ലൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ വണ്ടിയിൽ വളരെ ബേസിക് ആയിട്ട് ആകെ ഒരു 4-3 ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ബാക്കിൽ തന്നെ ഒരു വേറൊരു ഡിസൈൻ ആയിട്ടൊരു സാധനം, അതെന്ത് സെറ്റപ്പ്? ഒരുപാട് പണികൾ ഇപ്പോഴും പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നതാണ്. ഇനിയുണ്ട് പണികൾ പെൻഡിംഗ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഫ്രണ്ടിലെ ബോക്സിന്റെ സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. അവിടെയും കുറച്ച് സാധനങ്ങൾ വെച്ച് ഒരു ബോക്സ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ക്യാപ്പിലല്ലേ? ഒന്നും പറയാനില്ല. വണ്ടി അകത്ത് വളരെ ബേസിക് ആയിട്ട് ചെയ്തല്ലോ. വണ്ടിക്ക് ലുക്ക് കണ്ടോ എന്റെ അമ്മ. ഇത് നമുക്ക് ചെയ്തെടുത്താണോ അതോ ഇല്ല, ഇത് നമുക്ക് നമ്മുടെ ലേഡീസിന്റെ തയ്യൽ സാധനങ്ങൾ മേടിക്കുന്ന കടയുണ്ട്. അതായത് ഇപ്പത്തെ യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റഗ്രാമിലും ട്രെൻഡ് ഉണ്ടല്ലോ, ടെഡി ബിയർ ഉണ്ടാക്കി കൊടുക്കുക, ചെറിയ സൈഡ് ബിസിനസ് പോലെ. അങ്ങനെയുള്ളവരുടെ കടകളിൽ ഈ സാധനം മേടിക്കാൻ കിട്ടും. ഈ ടെഡി ബിയറിന്റെ തുണിയാണ്, ക്ലോത്ത് ആണ്. അതായത് മീറ്റർ 130 രൂപ ആ റേറ്റും കാര്യങ്ങളും. ഇത് പെരുമ്പാവൂർ വെൽഫിറ്റ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത്. സീറ്റും ചീത്തയാവത്തില്ല. സീറ്റും ചീത്തയാവില്ല. നമ്മുടെ ചില പൂച്ചകൾ കയറിയുന്ന പൂച്ചക്ക് സീറ്റിൽ ഇരുന്നാൽ മാത്രം പോരാ, മാന്തരം. അപ്പൊ അവരുടെ ആ ഒരു മാന്തരം പറ്റൂല, ഇരിക്കുന്നവർക്കും ഒരു കംഫർട്ടബിൾ ആണ്. മാന്തരം നടക്കില്ല. അത് ശരിയാ, പറഞ്ഞു ശരിയാ, ഒന്നും പറയാനില്ല. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ച വീഡിയോ കാണാം. ബൈ ബൈ.